വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിലും A1 ലെവൽ സെൻറ്റൻസസിനെ കുറിച്ച് തന്നെയാണ്. ഇംഗ്ലീഷ് സെൻറ്റൻസ് സ്ട്രക്ചറും സെൻറ്റൻസിനെ കുറിച്ച് നമ്മൾ ഡീപ്പായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി വരുന്ന കുറച്ച് വീഡിയോയിലൊക്കെ A1 ലെവലത്തെ ഇംഗ്ലീഷ് ഗ്രാമർ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുക, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതിൽ ദേ ലൈക്ക് ബേർഡ്സ് ഒരു സെന്റൻസിലെ വളരെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ സബ്ജക്റ്റും വെർബും ആണ്. പിന്നെ അതർ ഇൻഫോർമേഷൻസ് എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത്. പക്ഷെ എന്ത് രണ്ടും മസ്റ്റാണ്? സബ്ജക്റ്റ്, വെർബ്. സബ്ജക്റ്റ് ഇല്ലാതെയും ഒരു ടൈപ്പ് ഓഫ് സെന്റൻസ് ഉണ്ട്. അതേതാണ്? ഇംപെരാറ്റീവ് സെന്റൻസ്. റിക്വസ്റ്റ്, കമാൻഡ്, ഓർഡർ എന്നൊക്കെ പറയുന്ന പോലെ. സ്റ്റോപ്പ് എന്ന് പറയാറുണ്ട് ചിലപ്പം. ഓപ്പൺ ദ വിൻഡോ, ഓപ്പൺ ദ ഡോർ, ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയും. അപ്പൊ അതിലൊന്നും സബ്ജക്റ്റ് ഇല്ല, വെർബ് മാത്രമേ ഉള്ളൂ. അത് സബ്ജക്റ്റ് അവിടെ ഇംപ്ലൈഡ് ആണ്. എന്താണ് ഇംപെരാറ്റീവ് സെന്റൻസിലത്തെ സബ്ജക്റ്റ്? യു. നമ്മളുടെ റൂമിലുള്ള ആരാണോ, കൂടെയുള്ള ആരാണോ അവരോടാണ് പറയുന്നത്. യു ആണ് ഇംപെരാറ്റീവ് സെന്റൻസിലത്തെ സബ്ജക്റ്റ്. ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഇപ്പൊ സബ്ജക്റ്റും വെർബും ഒരു സെന്റൻസിൽ വളരെ അത്യാവശ്യമാണ്. അപ്പൊ നോക്കുക, ഇതിൽ ഏതാണ് സബ്ജക്റ്റ്? ദേ ലൈക്ക് ബേർഡ്സ്. അവർ ബേർഡ്സിനെ ഇഷ്ടപ്പെടുന്നു എന്നാ പറയുന്നത്. അപ്പൊ അവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവരാണ് സബ്ജക്റ്റ്. ദേ എന്നുള്ളതാണ് സബ്ജക്റ്റ്, ലൈക്ക് എന്നുള്ളത് വെർബ്. ബേർഡ്സ്, അതൊന്നും നമ്മളിപ്പോ തൽക്കാലം മനസ്സിലാവുന്നില്ല. സബ്ജക്റ്റ്, വെർബ് അതാണ് മസ്റ്റ് ഒരു സെന്റൻസിന് എന്നുള്ളത് കൊണ്ട് ദേ ലൈക്ക് ബേർഡ്സ് എന്നുള്ള സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇനി ദേ എന്നുള്ളതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വെർബിലും മാറ്റം ഉണ്ടാക്കും. കാരണം സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പ്രകാരം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇവിടെ ദേ എന്നുള്ളത് സബ്ജക്റ്റ് ആയതുകൊണ്ട് ലൈക്ക്, ദേ എന്നുള്ളത് പ്ലൂറൽ ആണ്. എന്നാൽ ഇവിടെ നമ്മൾ ഈ ദേ എന്നുള്ള സബ്ജക്റ്റിനെ ഹി എന്ന് മാറ്റുകയാണെങ്കിലോ എന്ത് മാറ്റം വരും ഈ സെന്റൻസിൽ? ഹി ലൈക്സ്. ഹി ആണെങ്കിൽ ലൈക്സ്. അതേപോലെ ഷീ ആണെങ്കിലും ഷീ ലൈക്സ് ബേർഡ്സ്. ഹി ലൈക്സ് ബേർഡ്സ്. ഹി, ഷീ, ഇറ്റ് ഇതാണെങ്കിൽ എസ് ചേർക്കണം വെർബിന്റെ കൂടെ. അത് സിംഗുലർ ആയതുകൊണ്ടാണ്. ഇനി ദേ, വി, യു എന്നൊക്കെ ആണെങ്കിൽ അവിടെ അത് ചേർക്കണ്ട, ലൈക്ക്. ദേ ലൈക്ക് ബേർഡ്സ്, യു ലൈക്ക് ബേർഡ്സ് അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ സബ്ജക്റ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം വെർബിലും വ്യത്യാസം ഉണ്ടാക്കും. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് ഓർമ്മിക്കുക. പ്രസന്റിലായതുകൊണ്ട് നമുക്ക് നിറയെ ഇത് ഉപയോഗിക്കേണ്ടി വരും. സംസാരിക്കാൻ, സ്പീക്കിംഗ് സ്കില്ലാണ് ഇംപ്രൂവ് ചെയ്യാൻ ഉള്ളതെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുക. കാരണം ഫൗണ്ടേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള പോയിന്റ്. ഇനി അടുത്തത് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ദ സൺ സെറ്റ്, എവിടെയാണ് സൂര്യ അസ്തമിക്കുന്നത്? വെസ്റ്റിലാണ്. അപ്പൊ ഇവിടെ ദ സൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് സെറ്റിന്റെ കൂടെ എസ് വന്നിരിക്കുന്നത്. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അതുപോലെ തന്നെ വേറൊരു സണ്ണിനെ കുറിച്ച് പറയുന്ന സെന്റൻസ് കോമൺ ആയിട്ട് പറയുന്നത് എന്താണ്? ദ സൺ rises in the east. ഈസ്റ്റിൽ ഉദിക്കുന്നു, വെസ്റ്റിൽ അസ്തമിക്കുന്നു. ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കുക, എഴുതുക. ഇറ്റ്, അപ്പൊ ഈ സണ്ണിന് പകരം നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന പ്രോനൗൺ എന്ന് പറയുകയാണെങ്കിൽ എന്താ? ഇറ്റ്. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അടുത്തൊരു സെന്റൻസും കൂടി സണ്ണിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ നമ്മൾക്ക് സൺ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യേണ്ട, അതിന് പകരം പ്രോനൗൺ ഉണ്ട്. എന്താണത്? ഇറ്റ്. ഇറ്റ് റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇറ്റ് എന്ന് ഉപയോഗിച്ചാൽ മതി, പ്രോനൗൺ ആയി. ഇവിടെ ഹീക്ക് പകരം വേണമെങ്കിൽ മിഥുൻ ലൈക്സ് ബേർഡ്സ്. മിഥുന് പകരമുള്ള പ്രോനൗൺ ആണ് ഹി. ഇനി റീമ ലൈക്സ് ബേർഡ്സ്. റീമ എന്ന് പറയുന്നതിന് റീപ്ലേസ് ചെയ്ത് വരുന്ന പ്രോനൗൺ ഏതാ? ഷീ. ഷീ ലൈക്സ് ബേർഡ്സ്. We study science every day. We study science every day. അപ്പൊ ഇവിടെ ഏതാണ് സബ്ജക്റ്റ് ആൻഡ് വെർബ്? വി. ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങള് എന്നും സയൻസ് പഠിക്കും.
വി സ്റ്റഡി സയൻസ് എവറി ഡേ. അപ്പൊ ഇവിടെ വി ആണ് സബ്ജക്റ്റ്, സ്റ്റഡി ആണ് വെർബ്. എന്നാൽ ഈ വീനെ ദേ സ്റ്റഡി സയൻസ് എവറി ഡേ, യു സ്റ്റഡി സയൻസ് എവറി ഡേ, അതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ അവിടെ നമ്മൾ മാറ്റുകയാണെങ്കിൽ ഹീനോ ഷീനോ അല്ലെങ്കിൽ ഒരു അരുൺ അല്ലെങ്കിൽ സീമ, ബീന, ഏത് പേര് അങ്ങനെ നൗണിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇത് മാറും. ഇവിടെ നമ്മൾ മാറ്റുകയാണ് ബീനെ, പ്ലൂറലിനെ മാറ്റി അരുൺ എന്നാക്കി. ഹി, അരുണ് നൗണാണ്, പക്ഷെ അതിന് പ്രോനൗൺ ആക്കാണ് ഹി. അപ്പൊ ഇവിടെ വെർബിൽ മാറ്റം വരും. എന്ത് വരും? സ്റ്റഡീസ്, അരുൺ സ്റ്റഡീസ് സയൻസ് എവറി ഡേ. അവിടെ എസ് ചേർക്കുന്നു, സിമ്പിൾ പ്രസന്റ് ടെൻസിലായതുകൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ. അതാണ് നിങ്ങൾ നല്ല രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കണം, എഴുതാനും സംസാരിക്കാനും. എക്സസൈസ് മേക്സ് us ഹെൽത്തി. അടുത്ത സെന്റൻസ് എന്താണ്? എക്സസൈസ് മേക്സ് us ഹെൽത്തി. ഇനി എക്സസൈസ് എന്നുള്ളതിന് പകരം വരുന്ന ഒരു പ്രോനൗൺ ഏതാ? ഇറ്റ്. ഇറ്റ് മേക്സ് us ഹെൽത്തി. കാരണം അവിടെ ഷീ ഹി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എക്സസൈസ്, ഇറ്റ് മേക്സ് us ഹെൽത്തി. ഇത് സബ്ജക്റ്റ്, ഇത് വെർബ്. ഇവിടെ എസ് വരാൻ കാരണം ഇത് സിംഗുലർ, ഇങ്ങനത്തെയൊക്കെ സിംഗുലർ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. എക്സസൈസ്. അടുത്ത സെന്റൻസ്, റീമ അയേൺസ് ഹെർ ഡ്രസ്. റീമ അയേൺസ് ഹെർ ഡ്രസ്. ഇവിടെയും എസ് വന്നു, കാരണം റീമ സിംഗുലർ ആണ്. റീമയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പ്രോനൗൺ ഏതാ? ഷീ. ഷീ അയേൺസ് ഹെർ ഡ്രസ്. അവളുടെ ഡ്രസ്സ് തേക്കുകയാണെന്നാ പറഞ്ഞത്, അയൺ ചെയ്യുകയാണ്. ഷീ അയേൺസ് ഹെർ ഡ്രസ്. ഇനി വി ആണെങ്കിലോ, ഇത് വി ആയി മാറ്റി, പ്ലൂറലാക്കി മാറ്റി നമ്മൾ. അപ്പം മാറ്റം വരും വെർബില്. എന്ത് മാറ്റാ വരിക? എസ് വേണ്ട. വി അയേൺ അവർ ഡ്രസ്. ഹെർ എന്നൊന്നും പറ്റില്ല, അപ്പൊ അതും മാറ്റം വരുത്തണം. വി എന്ന് സബ്ജക്റ്റ് മാറിയപ്പോൾ വന്ന മാറ്റങ്ങൾ. വി അയേൺ അവർ ഡ്രസ്. ഇങ്ങനെ മാറ്റങ്ങൾ സെന്റൻസുകളിൽ വരുന്നു. അത് തറോ ആയിട്ട് മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദാറ്റ്സ് ആൾ. ഇനി ഒരു ഫേമസ് കോട്ട്, ഹെൻറി ഫോർഡിന്റെ ഒരു ഫേമസ് കോട്ടോട് കൂടി നിർത്താം. ഇഫ് യു തിങ്ക് യു ക്യാൻ, യു ക്യാൻ. ഇഫ് യു തിങ്ക് യു ക്യാൻഡ്, യു ക്യാൻ. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഇല്ല, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിലോ അത് പറ്റില്ല. അതായത് നിങ്ങളാണ് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അത് ചെറിയ കുട്ടികളുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു 18 എബവ് മാത്രം. അതുവരെയൊക്കെ പാരൻസിന്റെ ഇപ്പൊ നേച്ചറിലെ നോക്കിയാൽ അറിയാം.